അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളൊരു അടുത്തൊരു യാത്ര പുറപ്പെടുകയാണ്. ആസാമിലേക്കാണ് നമ്മുടെ യാത്ര. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇപ്പോൾ രാത്രി 1:30 മണിയായിരിക്കുകയാണ്. ഇനി 2:40 വിവേക എക്സ്പ്രസ് ഉണ്ട്. അതായത് കന്യാകുമാരിയിൽ നിന്ന് ദിബ്രുഗഡിലേക്ക് പോകുന്ന ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദൂരം യാത്ര ചെയ്യുന്ന വിവേക എക്സ്പ്രസ്സിലാണ് നമ്മുടെ യാത്ര. ഇനി ഒരു 3 ദിവസം നമ്മൾ ട്രെയിനിലായിരിക്കും. ട്രെയിനിൽ നിന്നുമുള്ള കാഴ്ചകളാണ്, ട്രെയിനിൽ നിന്നും കാണുന്ന കാഴ്ചകളാണ് നിങ്ങൾക്ക് മുമ്പിൽ തരിക. പിന്നീട് നമ്മൾ ആസാമിലെത്തി. ആസാം, മേഘാലയ, അതുപോലെ അരുണാചൽ പ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ നമ്മൾ ഷില്ലോങ്ങിലെ അവിടെ പോകുന്നുണ്ട്. അതുപോലെ ചിറാപുഞ്ചി പോകുന്നുണ്ട്, ദൗക്കി നദി പോകുന്നുണ്ട്, അതുപോലെ കാസിരംഗ നാഷണൽ പാർക്കിൽ പോകുന്നുണ്ട്. മിക്കവാറും പറ്റിയാൽ തവാങ്ങിലും കൂടി പോകും. ഇപ്പോൾ ഈ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ ഇതുള്ളതിനാൽ അവിടുത്തെ കാഴ്ചകൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല. എങ്കിലും അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ ദൃശ്യമാക്കുന്നതാണ്. എന്തായാലും വിവേക എക്സ്പ്രസ്സിലാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. അനൗൺസ്മെന്റ് ഒക്കെ കേൾക്കണം കേട്ടോ. അപ്പോഴേക്കും ഇവിടെ അങ്ങനെ നമ്മുടെ വിവേക എക്സ്പ്രസ് വന്നിരിക്കുകയാണ്. ദ ലോങ്ങസ്റ്റ് ട്രെയിൻ ഓഫ് ഇന്ത്യ. ഇനി ഇതിലങ്ങോട്ട് കയറിയിട്ട് നമുക്ക് യാത്ര പുറപ്പെടാം. മൂന്ന് മണിക്കാണ് നമ്മുടെ വണ്ടി എടുത്തത്. കൃത്യം 3 മണിക്ക് എടുത്തു. ഇരിക്കുകയാണ്. കുറേ നേരം മുമ്പ് പറഞ്ഞിങ്ങനെ കേട്ടിട്ടുണ്ട് വിവേക എക്സ്പ്രസ്സിലെ യാത്ര ഇത് വളരെ വൃത്തിഹീനമായ ട്രെയിനാണെന്നൊക്കെ. എന്തായാലും അത് അന്വർത്ഥമാക്കുന്നത് തന്നെയാണ്. തേർഡ് AC യാത്ര ഇതാണെങ്കിൽ, അപ്പോൾ അതെ മറ്റേ സ്ലീപ്പറിലേക്ക് അവസ്ഥ എന്താണെന്ന് കണ്ടറിയാൻ വേണം. നമ്മളൊന്ന് പോയി നോക്കിയിട്ടില്ല. നാളെ വേണം സ്ലീപ്പറിലേക്ക് ഒന്ന് പോയി നോക്കാൻ. അപ്പോൾ ഇങ്ങനെ ആന്ധ്രയിലെ റെനിഗുണ്ട റെയിൽവേ സ്റ്റേഷനിലാണ് പമ്പുള്ളത്. അപ്പോൾ അതെ ഞങ്ങളുടെ ഉച്ചയ്ക്കുള്ള വിഭവസമൃദ്ധമായ സദ്യയാണിപ്പോൾ ഇത്. നല്ല നാരങ്ങാച്ചോറ്, പിന്നെ കൊഴുവ, മാമ്പഴ പുളിശ്ശേരി, പിന്നെ നാരങ്ങ അച്ചാറ്, വെളുത്തുള്ളി അച്ചാറ്, മാങ്ങ അച്ചാറ്, അങ്ങനെ എല്ലാം ഉണ്ട്. കൊഴുവാന്ന് വെച്ചാൽ നമ്മുടെ നത്തൽ മീനാണ് കൊഴുവ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ആന്ധ്രയിലൂടെ യാത്ര തുടരുകയാണ്. ഇനിയിപ്പോൾ വിജയവാഡയൊക്കെ എത്താൻ പോവാണ്. വിശാലമായ കൃഷിയിടങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് ഒരു കനാലിൻ്റെ തീരത്തുകൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വൃത്തിഹീനമായ, ഞാൻ രാവിലെ പറഞ്ഞല്ലോ, വൃത്തിഹീനമായ കമ്പാർട്ട്മെൻറ്റും ബാത്റൂമും ഒക്കെ ആയിട്ട് ഒന്ന് ബാത്റൂമിൽ പോകാൻ വേണ്ടി നിവൃത്തിയില്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അത് കാണിക്കാൻ നിവൃത്തിയില്ല. അത് നിങ്ങളെ അത് കാണിച്ചു തരാൻ പോലും നിവൃത്തിയില്ലാത്ത അത്രയും അവസ്ഥയിലാണ് കിടക്കുന്നത്. അപ്പോൾ എന്തായാലും ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഈ യാത്ര. ഇപ്പോൾ പനിയൊന്നുമില്ല. ഇവിടെയൊക്കെയാണ് പന. ആന്ധ്രയിലും തമിഴ്നാട്ടിലൊക്കെ കണ്ടമാനം പനയുള്ളത്. അങ്ങ് ദൂരെ കാണുന്നതെല്ലാം പനകളാണ്. നല്ല കരിമ്പനകൾ. അതിൽ നൊങ്കൊക്കെ എടുത്തിട്ട് ഇതെല്ലാം വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് വെട്ടുന്ന നൊങ്കൊക്കെയാണ് നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്നത്. ആന്ധ്രയിലെ പെന്ന റിവറിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ പോകുന്നത്. പെന്നയാണോ പെണ്ണയാണോ എന്നറിയില്ല. എന്തായാലും പെന്ന റിവർ എന്നാണ് ഇപ്പോൾ വായിച്ചത്. അപ്പോൾ അങ്ങനെ നമ്മുടെ കൃഷ്ണ നദിയുടെ മുകളിലൂടെ നമ്മുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആന്ധ്രയിൽ തന്നെയാണ് കൃഷ്ണയും ഗോദാവരിയും വലിയ നദികളാണ്. ഇന്ത്യയിൽ തന്നെ വലിയ നദികളിൽ ഒന്നാണ് ഈ കൃഷ്ണയും ഗോദാവരിയും. ഇത് രണ്ടും ഉത്ഭവിക്കുന്നത് മഹാരാഷ്ട്രയിൽ നിന്നാണ്. മഹാരാഷ്ട്രയോട് ഒഴുകി തുംഗഭദ്ര നദി ഇതിൽ വന്ന് ചേരുന്നുണ്ട്, കൃഷ്ണനദിയിൽ. അങ്ങനെ ഒഴുകി ഇത് വന്ന് ബംഗാൾ ഉൾക്കടലിൽ വന്ന് പതിക്കും. നല്ല ബലവത്തായിട്ടാണ് ഇതിൻ്റെ പാലമൊക്കെ പണിതിട്ടുള്ളത്. അതിലെയുണ്ട് റെയിൽ. അതിനങ്ങ് അപ്പുറത്ത് റോഡുണ്ട്. ഇവിടെ
താഴെ മൈതാനം പോലെയുള്ള പുഴയിൽ കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ നടുവിലൊക്കെ വെള്ളമുണ്ട്. തോണി വെച്ചിട്ടുണ്ട്. ഇതേപോലെ തോണിയൊക്കെ തുഴഞ്ഞിങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒറീസയിലേക്ക് എത്തി. റുഷ്കുല്യ റിവറിൻ്റെ ബ്രിഡ്ജിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗഞ്ചം റിവറിൽ നിന്നും ഇതിൻ്റെ പേര് പറയും. ഭുവനേശ്വറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഭുവനേശ്വർ കഴിഞ്ഞാൽ കട്ടക്കായി. ഒറീസയിലൂടെയാണ് സഞ്ചാരം. ഇതാണ് മഹാനദി. അപ്പോൾ നമ്മൾ ഒറീസയിലെ കട്ടക്കിലെ മഹാനദിക്ക് മുകളിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മഹാനദി 2 കൈവരികളായിട്ട് ഇവിടെ വന്ന് ഒഴുകുകയാണ്. കട്ടക്ക് നഗരം മഹാനദിയുടെ 2 കരകളിലുമാണ്. ഇതിവിടെ ഒരു ചെക്ക് ഡാമൊക്കെ ഉണ്ട്. അതിന് മുകളിലൂടെ ഹൈവേ കടന്നു പോകുന്നുണ്ട്. മഹാനദിയിലും വെള്ളമൊന്നുമില്ല, 2 സൈഡിൽ മാത്രമേ വെള്ളമുള്ളൂ. നടുവിലൊക്കെ നല്ല മണലാണ്. അപ്പോൾ നമ്മൾ നേരത്തെ മണലൊക്കെ വാരി കോരിയിട്ടിരിക്കുന്നത് കണ്ടു. ഇവിടെ മണൽ മാഫിയൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. എന്തായാലും നല്ല തേക്കാനൊക്കെ പറ്റിയ മണലാണ്. കേരളത്തിലുള്ളവർക്കൊക്കെ ഇവിടെ വന്ന് വേണമെങ്കിൽ മണൽ കടത്താൻ പറ്റും. ഇത് മഹാനദിയുടെ 2ാമത്തെ കൈവഴിയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ ഒരു സൈഡാണ് കണ്ടത്. ഇത് രണ്ടാമത്തെ ഭാഗമാണ്. ഇവിടെയും ഒരു സൈഡിലാണ് വെള്ളമുള്ളത്. നദിയിൽ 2 കരകളിലുമാണ് വെള്ളമുള്ളൂ. ഈ 2 കൈവഴിയിലും 2 കരകളിലുമാണ്. അതെന്തിനാണോ ആരെ കത്തിക്കുകയെന്ന് തോന്നുന്നു. എന്തായാലും നല്ല ഇവിടെ ഇപ്പോഴും കൊയ്ത്തും പാടങ്ങളൊക്കെ ഉണ്ട് എന്ന് കാണുന്ന ഒരു സന്തോഷമാണ്. നമ്മൾ അറിഞ്ഞ ബംഗാള്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒറീസയും പിന്നിട്ട് ബംഗാളിലെത്തി. ഈ ബംഗാളിലെ വിശാലമായ നെൽപ്പാടങ്ങളൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പശ്ചിമ ബംഗാളിലെ മാൾഡ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനാണ് അവിടെ. അപ്പോൾ വൈകുന്നേരത്തെ ഫുഡൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ആൾക്കാരതൊക്കെ മേടിച്ചുകൊണ്ട് നല്ല പൊറോട്ടയും ചപ്പാത്തിയും നല്ല അടിപൊളി കറിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇത്തിരി ചപ്പാത്തിയൊക്കെ മേടിച്ചു. അപ്പോൾ ഇതേ നമ്മളങ്ങനെ ബ്രഹ്മപുത്ര നദിക്ക് കുറുകെയുള്ള പാലത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ബോഗിവീൽ ബ്രിഡ്ജ് അഥവാ നരനാരായൺ സേതു എന്നാണ് ഇതിന് പേര് പറയുന്നത്. റോഡ് മുകളിലും റെയിൽ താഴെയുമായിട്ട് ആണ് ഇവിടെ നമ്മൾ കടന്നു പോകുന്നത്. ഏതാണ്ട് 3-4 കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ പാലത്തിന്. കേരളത്തിലേക്കാണെങ്കിൽ ഇപ്പം നല്ല മഴയുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ കാണുള്ളൂ. എന്ത് രസം. താഴെ അത് കാണുന്നവന് വെറുതെ തലയാക്കുക. അപ്പോൾ അങ്ങനെ അതെ നമ്മൾ ബോഗിവീൽ ബ്രിഡ്ജിലേക്ക് കയറി. 4.94 കിലോമീറ്റർ നീളമാണ് ഈ പാലത്തിനുള്ളത്. താഴെ ബ്രഹ്മപുത്ര നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്നുണ്ട്. അങ്ങ് മല മുകളിലൊക്കെ മഴ പെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അരുണാചൽ പ്രദേശിലൊക്കെ മഴ പെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ വെള്ളം. സ്റ്റീലും കോൺക്രീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ പാലത്തിൻ്റെ നിർമ്മാണം. 2018 ഇത് പൂർത്തീകരിച്ച് 2018 ഡിസംബർ 25 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ പാലം ഉദ്ഘാടനം ചെയ്തത്. ഈ പാലത്തിൻ്റെ മുകളിൽ നല്ലൊരു സൂര്യോദയം നമുക്ക് ദർശിക്കുന്നുണ്ട്. അതൊരു മനോഹരമായ ദൃശ്യമാണത്. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. എന്തായാലും നേരം പുലർന്നു വരുന്നതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ 5:30 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ആ സൂര്യോദയവും കണ്ട് പാലത്തിലുള്ള യാത്ര വളരെ മനോഹരമായിട്ട് ഏതാണ്ട് നല്ല നേരം എടുത്തിട്ട പോലെയൊക്കെ ഉണ്ട്. ഈ ആസാമിലെ രാത്രി 3:30 മണിക്കാണ് നമ്മൾ ആസാം കടന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഏതാണ്ട് ഗോൽപ്പാറയ്ക്കൊക്കെ എത്താറായിട്ടുണ്ട്. നമ്മൾ ബ്രഹ്മപുത്രയുടെ തീരങ്ങളായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ നെൽപ്പാടങ്ങളൊക്കെ വെള്ളത്തിലാണ്. ഇവിടെ കൃഷിയൊന്നുമില്ല, കാരണം വെള്ളം നിറഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ നമ്മൾ ആസാമിലെ അസാറ എന്ന് പറഞ്ഞ സ്ഥലത്തെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്.
ഇപ്പോൾ ഇനി കുറച്ച് കിലോമീറ്റർ 10-20 കിലോമീറ്ററുള്ള നമ്മുടെ ഗോഹട്ടിക്ക്. നമ്മൾ ഗോഹട്ടിയിലാണ് ഇറങ്ങുന്നത്. ഗോഹട്ടിയിൽ ഇറങ്ങിയിട്ട് വേണം നമ്മുടെ മറ്റ് ടൂറിസ്റ്റ് സ്ഥലങ്ങളിലേക്ക് പോകാൻ. ഗോഹട്ടി എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു തലസ്ഥാനമില്ലെങ്കിലും ഈ ടൂറിസ്റ്റുകൾക്ക് എല്ലാ സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റിയൊരു ഇടം തന്നെയാണ് ഗോഹട്ടി എന്ന് പറയുന്നത്. ഇതൊരു അസറയിലെ സ്റ്റേഷൻ ഇതാണോ, ചെറിയൊരു സ്റ്റേഷനാണ്. അവരത് തോണിയിലാണ് ഇത് പറിക്കാൻ പോകുന്നത്. ഞാനൊരു വര പോലെ കണ്ടോ ആ തോണി പോകുന്ന. നമ്മളേതാണ്ട് ഗോഹട്ടിയോട് അടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് ഡീപ്പോർബിൽ ശുദ്ധജല തടാകമാണ്. ഇതൊരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയും കൂടിയാണ്. നമ്മുടെ വലതുവശത്തായിട്ട് വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉണ്ട്. അവിടെ ആനകളൊക്കെ ഉണ്ട് ധാരാളം എന്നാണ് പറയുന്നത്. ഏതാണ്ട് 4000 ഹെക്ടറോളം പരന്നു കിടക്കുന്ന ഒരു ഫ്രഷ് വാട്ടർ ലേക്കാണിത്. എന്തായാലും നല്ല കാണാൻ ഭംഗിയുണ്ട്. താമരയൊക്കെ ഇവിടെ ഇഷ്ടം പോലെയുണ്ട്. താമര പറിക്കാനൊക്കെ ആയിട്ട് ആളുകൾ ശുദ്ധിന് നടക്കുന്നുണ്ട്. തോണിയിൽ പോകുന്നുണ്ട്. അതുപോലെ മീനുകളൊക്കെ ധാരാളം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെയും ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പിന്നീട് നമുക്ക് വന്ന് കാണാം. അപ്പോൾ ഗോഹട്ടിയിൽ വന്നിട്ട് ഇപ്പോൾ ഞങ്ങൾ കഴിക്കാൻ കയറിയിരിക്കണം. റൊട്ടിയും കറിയും തന്നു, പിന്നെ വെള്ളമൊന്നും അവർ തന്നിട്ടില്ല. ഇവിടെ വെള്ളമൊന്നും തരില്ല എന്നാണ് തോന്നുന്നു. പിന്നെ 2 ഉള്ളിയൊക്കെ ചോദിക്കണമെന്നുണ്ട്. ഞാൻ 2 ഉള്ളിയൊക്കെ ചോദിച്ച് വാങ്ങിയിട്ട് നീ വേണേൽ എടുത്തു തിന്നോ. ആ അത് ചെറിയ മധുരം ഉണ്ടാവും. ഏതാ അതാ അത് മധുരമുള്ളല്ലേ? ആ ഇത് മധുരമില്ലാത്ത. അപ്പോൾ ഇത് ഇവിടുത്തെ ചായ എങ്ങനെയൊക്കെ തിളപ്പിക്കുന്നതാണോ. ഇവിടെ കടായിലൊക്കെയാണ് ഈ ചായ ചെയ്യുന്നത്. എന്നിട്ട് അതിന് തിളപ്പിച്ചിട്ട് സൂപ്പറാക്കി തരും. അപ്പോൾ ഇതേ നമ്മൾ ഇവിടെ വന്നിട്ടേ കാമാഖ്യ ക്ഷേത്രത്തിലേക്ക് ബസ്സിൽ പോവുകയാണ്. ഇതവിടെ സീറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്നോട് വന്നിട്ട് ഫ്രണ്ടിൽ ഇരുന്നോളാൻ വേണ്ടി പറഞ്ഞു. അതെന്തായാലും നന്നായി, നമുക്ക് വീഡിയോ ഒക്കെ പിടിക്കാമല്ലോ. നല്ല ബ്ലോക്കാണ്. ഗോഹട്ടിയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള നീലാചൽ കുന്നിലാണ് കാമാഖ്യ ക്ഷേത്ര സമുച്ചയം സ്ഥിതി ചെയ്യുന്നത്. കാമാഖ്യ എന്നാൽ സർവ്വ അഭീഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കുന്ന ഭഗവതി എന്നാണ് അർത്ഥം. കാളിദേവിയില്ലേ. അങ്ങനെ നമ്മളത് കാമാഖ്യ ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മെയിൻ റോഡിൽ ഇറങ്ങിയിട്ട് ഇവിടുന്ന് ഷെയർ ടാക്സികളുണ്ട്, അതിൽ കയറി വേണം കാമാഖ്യ ക്ഷേത്രത്തിലേക്ക് പോകാൻ. ബസ്സുകളൊക്കെ ഉണ്ട്. ആസാം സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ്സൊക്കെ വരുന്നുണ്ട്. എന്നാലും ഞങ്ങൾ ഷെയർ ടാക്സിയിലാണ് പോകുന്നത്. ഇവിടം വരെയുള്ളൂ, ഏതാണ്ട് ഇവിടം വരെയൊക്കെ ഉള്ളൂ. ഇതുപോലെ ഇറക്കി വിട്ട വണ്ടി. ഇത് ഇച്ചിരി നടക്കാനുണ്ട്. അങ്ങ് അപ്പുറത്താണ് മന്ദിരം. ആ അപ്പോൾ ഇനി ഇച്ചിരി അതേ നടന്നാലാണ് കാമാഖ്യ ടെമ്പിൾ ഉള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നടന്നു നോക്കാം. അവിടെ നല്ല തിരക്കാണ്. ആദി പരാശക്തിയുടെ പ്രാചീനമായ 51 ശക്തിപീഠങ്ങളിൽ ഒന്നായാണ് ഈ ക്ഷേത്രം കരുതപ്പെടുന്നത്. സതീദേവിയുടെ യോനീപീഠത്തിലെ ശ്രീചക്രമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ദക്ഷയാഗ സമയത്ത് ജീവത്യാഗം ചെയ്ത സതീദേവിയുടെ ശരീരം മഹാവിഷ്ണുവിൻ്റെ സുദർശന ചക്ര പ്രയാഗത്താൽ 108 കഷ്ണങ്ങളായി ചിതറിയപ്പോൾ യോനി ഭാഗം വീണ ഭാഗമാണ് ഈ ക്ഷേത്രം നിലനിൽക്കുന്നതെന്ന് കരുതപ്പെടുന്നു. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ പുറത്തുള്ളൊരു പന്തലിൽ അതിഗംഭീരമായ ഒരു പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ക്ഷേത്രത്തിൽ ബലി കഴിക്കുന്നതാണ് പ്രധാനം. പ്രത്യേകിച്ച് ആൺമൃഗങ്ങളെയാണ് ഇവിടെ ബലി കഴിക്കുക. പെൺമൃഗങ്ങളെ ബലി കഴിക്കുന്നത് നിഷിദ്ധമാണ്. ആണാടിനെ, അതേപോലെ പൂവൻകോഴിയെ, അവയ്ക്ക് നിത്യം ഇവിടെ ബലി കഴിക്കുന്നുണ്ട്. നമുക്കതിൻ്റെ ചോരയൊക്കെ ഇങ്ങനെ വീട് കിടക്കുന്നത് കാണാം. അതുപോലെ ചുവന്ന പൂക്കൾ, ചുവന്ന ചാന്ത്, ചുവന്ന തുണിക്കഷ്ണങ്ങൾ, ഇവയൊക്കെയാണ് പൂജയ്ക്ക് ഉള്ള ദ്രവ്യങ്ങളായിട്ട് അർപ്പിക്കുന്നത്. നമ്മൾ വരുന്ന വഴിയിൽ അതൊക്കെ കണ്ടിരുന്നു. ഇതൊക്കെ നമുക്ക് ബലി കഴിക്കാൻ കൊണ്ടുവന്നിട്ടുള്ള ആടുകളാണ്. ആ പ്രാവുകളെ ബലി കഴിക്കാനുള്ളതല്ല. മണിയടിച്ചേക്കാം. ഇവിടെ നമുക്ക് മണിയൊക്കെ അടിക്കാം. അപ്പോൾ ഒന്ന് മണിയൊക്കെ അടിച്ച് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ മണിയൊക്കെ അടിച്ച് നമ്മളത് കുറേ മണികൾ കെട്ടി നോക്കിയിട്ടുണ്ടോ.
അപ്പോൾ നമ്മളിത് അതിൻ്റെ അമ്പലത്തിൻ്റെ പിൻഭാഗത്തേക്ക് വന്ന ഒരുപാട് ധാരാളം കൊത്തുപണികളൊക്കെ അവിടെ ഉണ്ട്. ആ കൊത്തുപണികളൊക്കെ എത്രയോ നൂറ്റാണ്ട് പഴക്കമുള്ളതാണ്. അങ്ങനെ നമ്മൾ തിരിച്ചു പോരാണ്. തിരിച്ചു പോരുമ്പോൾ ഒരാളിങ്ങനെ ഒരു പെരുമ്പാമ്പിനെ കൈ പിടിച്ചിട്ട് അഭ്യാസം കാണിക്കുന്നുണ്ട്. എന്താണ് പുള്ളി ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല. മൂപ്പര് പെരുമ്പാമ്പിനെ കൈ പിടിച്ചിട്ട് എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നുണ്ട്. എന്തായാലും വേണ്ടില്ല, അതൊക്കെ കണ്ട് ഞങ്ങൾ കാമാഖ്യ ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചു പോരുകയാണ്. ക്ഷേത്രത്തിലെ പടികളൊക്കെ ഇറങ്ങി തിരികെ നമ്മൾ ഗോഹട്ടിയിലേക്ക് പോരുകയാണ്. അങ്ങനെ ആസാമിലത്തെ ഒന്നാമത്തെ ദിവസം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും